ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. നേരത്തെ ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ഇവൻ ചെയ്തത്? ആത്മഹത്യ പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ് ഞാൻ ചെയ്തിട്ടില്ല. ഇവർക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്ന സാഹചര്യം വരെ എത്തിയിരുന്നില്ല. ഇവരെവിടെ? ഭഗവാനെ, എന്റെ കഷ്ടകാലത്തിന് ആ സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയത്. അവർ പുറത്തേക്ക് പോകാതിരിക്കുന്നതിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാർത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ അതിബുദ്ധി അപകടമാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. നിന്റെ ദുഷ്ടബുദ്ധി ഒന്നും മാത്രമാണ് എല്ലാത്തിനും കാരണം. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഷിംജിതക്കെതിരെ കേസെടുത്തതും. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. സമൂഹത്തിൽ നിലയും ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം. പലരും മഹാന്മാരായ തന്നെ അങ്ങനല്ലേ? ഉന്മേഷ്, വടകരയിലെ ബന്ധു വീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജയിലോട്ടിന്നല്ലേ അവിടുത്തെ തടവുകാര രോഗം മരണം ഇടിയിട്ടുള്ള കേട്ടുള്ളത് സത്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ നടപടിയിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങുന്നത്. അതിൽ ഇതിന്റെ പേര് തപ്പിയ കമ്മീഷൻ പോയാൽ നീ ഞാനും കൊടുക്കും. ദീപകിന്റെ ദൃശ്യങ്ങൾ ഇവർ ഫോണിൽ ചിത്രീകരിച്ചു. ആ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. ടിപ്പിക്കൽ മലയാളി പിള്ളേര്. നവമാധ്യമങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഷിംജിത അത് നീക്കം ചെയ്തിരുന്നു. ഇപ്പൊ ഇത് കണ്ടില്ല. ഇനിയിപ്പോ ഇത് ഇവിടുന്ന് കോടതി ഹാജരാക്കും. അവിടുന്ന് വളരെ പുല്ല് പോലെ ഇറങ്ങിപ്പോരും. ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ, അത് വെറും ഓട്ടക്കലമാണ്. നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്ന ഓട്ടക്കലം. അറബ് രാജ്യത്തെ പോലത്തെ നിയമ സംവിധാനങ്ങൾ ഇവിടെ വേണമെന്നാണ് ഞങ്ങളെ അഭിപ്രായം. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല. നമ്മൾ പ്രതികരിക്കണത് സന്തോഷം. കാരണം ഞങ്ങൾ ആണുങ്ങൾക്ക് ഒരു പ്രശ്നമായിരുന്നു, ബസ്സിലും കയറാൻ പറ്റൂല. ഞങ്ങളൊക്കെ ഒരു സംശയ കണ്ണുകളോട് എല്ലാം കാണുന്ന ഒരു അവസരം, ഒരു പണിക്ക് പോകുന്ന ഒരാൾ അല്ലെങ്കിൽ പണി കഴിഞ്ഞു വരുന്ന ഒരാളെ ആ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് വലിയ ഏറ്റവും പ്രതിഷേധമായ ഒരു സമീപനമാണ് ആ സ്ത്രീയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് ബസ്സിൽ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യം അല്ല. അങ്ങനെ പറയാൻ പറ്റും. അബദ്ധത്തിൽ കൈതട്ടിയപ്പോൾ നമ്മൾ കേസിലായി പോകുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? ശ്രദ്ധിക്കണം. എനിക്ക് പറയാനുള്ളത്, ബസ്സിലൊക്കെ 2 പാർട്ടീഷൻ ചെയ്തേക്കാം. എന്നാൽ ആണുങ്ങൾ അങ്ങോട്ടും പെണ്ണുങ്ങൾ ഇങ്ങോട്ടായി കഴിഞ്ഞാല് ഒരു പ്രശ്നമില്ലല്ലോ. അത്രയ്ക്ക്